ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അറേബ്യൻ റെസിപ്പിയാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ ആൻഡ് വെജിറ്റബിൾ ഷോർബയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു മട്ടൻ ഷോർബയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഈ ഷോർബ ഇവിടെ അറേബ്യൻസിൻ്റെ ഇടയിലൊക്കെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഇഫ്താർ ഡിഷാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഒരു കുക്കറിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിലിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്കൊരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേ ലീഫ് പറഞ്ഞ വായനയിലാണ്. ഇനി ഒരു കഷ്ണം പട്ട, അതുപോലെ ഒരു 2 ഏലക്ക, ഒരു 2 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പൊടിച്ചിട്ട് ചേർക്കരുത് കേട്ടോ. അതുപോലെ തന്നെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഒരു ഉണങ്ങിയ നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞതാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒരുപാട് ബ്രൗൺ കളറാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് കുക്കറിൽ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ പെട്ടെന്ന് കുക്കായി കിട്ടാൻ, നന്നായിട്ട് വേവാനും വേണ്ടിയിട്ടാണ് കുക്കറിൽ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ചേർക്കണില്ല കേട്ടോ, വെളുത്തുള്ളി മാത്രമേ ചേർക്കണുള്ളൂ. വെളുത്തുള്ളിയുടെ ഒരു പച്ചമണക്ക് മാറി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കുന്നത്. ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് ചേർക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് അരിയുന്നതിന് പകരം തക്കാളി പ്യൂരി ആക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചിക്കൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ ആ ഒരു എല്ലുള്ള ഭാഗമാണ് ചേർക്കുന്നത് കേട്ടോ. നമ്മൾ ചിക്കൻ്റെ ബാക്കി ഭാഗമൊക്കെ ഫ്രൈ ആക്കാനൊക്കെ എടുക്കുന്ന സമയത്ത് ആ ഒരു എല്ലിൻ്റെ പാട്ട് മാത്രം മാറ്റി വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഷോർബ റെഡിയാക്കി എടുക്കാനൊക്കെ നല്ല ഈസിയാണ്. അപ്പോൾ ഞാനൊരു 4 പീസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും കൂടെ തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഈ സമയത്ത് ഇട്ടാലും നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ചിക്കനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ആക്കിയിട്ട് വേണമെങ്കിൽ ഇതിലിട്ട് കൊടുക്കുക. ബോണോട് കൂടി ഇട്ടെടുക്കുകയാണെങ്കിലും അങ്ങനെയും ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തർ സൗകര്യം പോലെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു ഗ്ലാസ് അളവിനോ ബൗൾ അളവിനോ എങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് കുക്കർ അടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് തന്നെ വേവണം കേട്ടോ. അതുപോലെ തന്നെ ചിക്കനും നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നേരത്തെ ചേർത്തിട്ടുള്ള ഉപ്പ് ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 വിസിൽ വന്നാൽ തന്നെ ശരിക്കും വേവ് കിട്ടോ. എന്താ വെച്ചാൽ ചിക്കൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നിട്ടുണ്ട്. അപ്പം നമ്മളെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. വെജിറ്റബിൾസിൻ്റെ പീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെജിറ്റബിൾസ് പീസ് വേണ്ടെന്നുള്ളവരാണെങ്കിൽ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതി. വെന്തത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ തീ വീണ്ടും ഓണാക്കി കൊടുക്കുക. എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ ഓട്സാണ് ചേർക്കുന്നത് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഓട്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓട്സ് നന്നായിട്ട് കുക്കായി വരുന്ന സമയത്ത് നന്നായിട്ട് കുറുകി വരും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിന് രണ്ടിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ചിലർക്ക് ജീരകത്തിൻ്റെ ഒക്കെ ആ ഒരു മണവും ടേസ്റ്റൊക്കെ കൂടുതൽ ഇഷ്ടമാവും, അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കൂടുതൽ അടുപ്പ് കത്തിച്ച് വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷോർബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ഒരു കട്ടിയിലും മതി കേട്ടോ. ഇനി കുറച്ചൊന്ന് തണുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് തിക്കായി വരും. അപ്പോൾ ഒരുപാട് കട്ടിയാക്കരുത്, നമുക്ക് സൂപ്പ് പോലെയൊക്കെ കുടിക്കാനുള്ളതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷോർബയാണ് കേട്ടോ. ചിക്കനും വെജിറ്റബിൾസും കൂടെ ചേർന്ന് വരുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷോർബയാണ്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിലും നല്ലതാണ്. കുറച്ച് ഇരിക്കുന്ന സമയത്ത് ഒന്നും കൂടെ തിക്കായി വരും, ഈ ഓട്സ് ഉള്ളത് കാരണം തന്നെ. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ലെമൺ, ബേ ലീഫ് അതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഞാൻ ഫ്രഷ് ക്രീമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷോർബയാണ് കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.